വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എന്താണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. ഇതിൽ നമ്മൾ ബാലൻസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ എല്ലാ സബ്ജക്റ്റുകളുടെയും കൊമേഴ്സ് എല്ലാ സബ്ജക്റ്റുകളുടെയും ഓൺലൈൻ ട്യൂഷൻ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, +2 നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യത്തേത് പറഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആണ് അല്ലേ. മാനേജ്മെൻറ്റ് എപ്പോഴും എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്? ഓർഗനൈസേഷന് പല പല ലക്ഷ്യങ്ങളുണ്ടാകും. ലാഭം, സർവൈവൽ, വളർച്ച, അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഓർഗനൈസേഷൻ ഉണ്ടാകും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻ്റ് ഉള്ളത്. സോ അതാണ് ആദ്യത്തെ പോയിന്റ്, ഗോൾ ഓറിയൻറ്റഡ്. രണ്ടാമത്തേത് മാനേജ്മെൻറ്റ് ഈസ് പെർവാസീവ്. മാനേജ്മെൻറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. പെർവാസീവ് എന്ന് വെച്ചാൽ വ്യാപകമാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും, ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഇവിടെ എല്ലാം എന്തുണ്ടാകും? മാനേജ്മെൻറ്റ് ഉണ്ടാകും. മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ. മാനേജ്മെൻറ്റ് എന്നൊരു വാക്ക് പറയുമ്പോൾ അവിടെ ജസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുടെ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, ഏതൊരു സ്ഥാപനമാകുമ്പോഴും അവിടെ ഒരു സം കൈൻഡ് ഓഫ് വർക്ക് അവിടെ നടക്കുന്നുണ്ടാകും അല്ലേ, പല ടൈപ്പ് ഓഫ് ജോബ് അവിടെ നടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ഉണ്ടാകും, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പല ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാകാം. അപ്പോൾ ഇവരെ മാനേജ് ചെയ്യണ്ടേ? അപ്പോൾ സോ ഇതും എന്തിൽ വരുന്നതാണ്? മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു സ്ഥാപനമാകുമ്പോഴും അവിടെ സം കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും, ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാകും, ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നു, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. ഇതെല്ലാം മാനേജ് ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനലാണ്, പല രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് കേട്ടോ. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരിക്കലും നിർത്താൻ പറ്റാത്ത പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, പിന്നെയും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെക്കാട്ടിലും മാനേജ്മെൻറ്റിൽ ഗ്രൂപ്പ് എഫേർട്ടിനാണ്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്താലാണ് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് മാറും എന്ന് പറയുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകളിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കില്ലേ, പുതിയ നിയമങ്ങൾ, അങ്ങനെ പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാറുന്ന ഈ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഓർഗനൈസേഷനിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. ചേഞ്ച് അനുസരിച്ച് ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. നമുക്ക് കാണാനോ തൊടാനോ ഒന്നും മാനേജ്മെൻറ്റ് സാധിക്കില്ല, പക്ഷേ അതിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതാണ് മാനേജ്മെൻറ്റ് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവാസീവ് ആണ്, മൾട്ടി ഡയമെൻഷനാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഡൈനാമിക് ഫംഗ്ഷൻ, ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ കണ്ടോ, ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വ്യക്തി എന്നതിനേക്കാളും ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് ഗോളാണ് അവിടെ അച്ചീവ് ചെയ്യാൻ കൂടുതലും നോക്കുന്നത്. ദെൻ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. എഫിഷ്യൻസി എന്താ? കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ. അതിനെന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ ചുറ്റുപാടിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിലും കൊണ്ടുവരണം. അതിന് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും ഒക്കെ കൊടുത്തുകൊണ്ടാണ് എന്ത് മാറ്റം വന്നാലും അതിനോട് കോപ്പപ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുക.
ചെയ്യുക. ദെൻ ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓരോ വ്യക്തികളും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അവരുടെ എല്ലാം പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യുകയും ഒപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും രണ്ടും ഒരേപോലെ അച്ചീവ് ചെയ്ത് കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണം. ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ബിസിനസ് സ്ഥാപനം ഒരു സൊസൈറ്റിയിലാണുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും സഹായിക്കണം. എങ്ങനെയൊക്കെ? സൊസൈറ്റിക്ക് വേണ്ട എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ് അഫോർഡബിൾ പ്രൈസിന് വിൽക്കണം. ദെൻ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പേഴ്സണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. കേട്ടോ? അപ്പോൾ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ബിസിനസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബോറടിച്ചിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിന് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കാം. സോ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്